നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വന്തക്കാരെ സ്ഥാനാർത്ഥിയാക്കിയും കെ ശൈലജയെ ഒതുക്കിയും പിണറായി വിജയന്റെ ഇഷ്ടാനുസരണം സീറ്റ് വിഭജിച്ച കണ്ണൂരിലെ CPM-ൽ വൻ പൊട്ടിത്തെറി. സംസ്ഥാന സെക്രട്ടേറിയറ്റും ജില്ലാ സെക്രട്ടേറിയറ്റും അംഗീകരിച്ച മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ചാണ് കണ്ണൂർ ജില്ലയിലെ CPM അണികൾക്കിടയിൽ എതിർപ്പും മുറുമുറുപ്പും നടക്കുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സിറ്റിംഗ് സീറ്റ് ഭാര്യയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവുമായ PK ശ്യാമളയ്ക്കായി മാറ്റിവെച്ചതാണ് ഏറെ വിമർശന വിധേയമാക്കിയിരുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെതിരെ വലിയ തോതിൽ പ്രചരണം നടക്കുന്നുമുണ്ട്. ആക്ഷേപങ്ങളെ പ്രതിരോധിക്കാനും നിലപാടുകൾ വ്യക്തമാക്കുന്നതിനുമായി ചില നേതാക്കളുടെ നേതൃത്വത്തിൽ അന്വയ നീക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. തളിപ്പറമ്പിൽ ആദ്യം തന്നെ വനിതാ സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം ഉയർത്തി സീറ്റ് സുരക്ഷിതമാക്കി നിർത്താനുള്ള ശ്രമമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് ആദ്യ വിമർശനം. ഇവിടെ ഉയർന്നു വന്ന പ്രധാന പേര് PK ശ്യാമളയുടേതായിരുന്നു. ഇതിലുള്ള ചർച്ചകൾക്കിടയിൽ സുകന്യയുടെ പേര് ഉയർന്നു വന്നത്. 2 തവണ തളിപ്പറമ്പിനെ പ്രതിനിധീകരിച്ച ജെയിംസ് മാത്യുവിന്റെ ഭാര്യയാണ് മഹിളാ അസോസിയേഷൻ നേതാവ് കൂടിയായ സുകന്യ. സ്ത്രീ സംവരണം എന്ന വ്യവസ്ഥ വെച്ച നേതാക്കളുടെ ഭാര്യമാർ മാത്രം പരിഗണിക്കപ്പെടാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെന്നതാണ് ഇതിനെതിരെ നിൽക്കുന്നവർ ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപം. പാർട്ടിയിൽ കുടുംബവാഴ്ചയുടെ കാലമാണോ ഇതെന്ന ചോദ്യവും അവർ ഉയർത്തുന്നു. ദീർഘകാലം പാർട്ടി ഏരിയ സെക്രട്ടറിയായിരുന്ന ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദനെ സാധ്യതാ പട്ടികയിൽ നിന്ന് പോലും ബോധപൂർവം ഒഴിവാക്കാനാണ് സ്ത്രീ സംവരണം എന്ന പരിഗണന കൊണ്ടുവന്നതെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ നിലപാട്. അദ്ദേഹത്തിന്റെ പേര് പോലും പരിഗണിക്കപ്പെടാതെ പോകാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് വഴി സംസ്ഥാന സെക്രട്ടറി ശ്രമിച്ചെന്നും അവർ ആക്ഷേപിക്കുന്നു. 2 തവണ എന്ന വ്യവസ്ഥയിൽ KK ശൈലജയ്ക്ക് ഇളവ് അനുവദിച്ചപ്പോൾ സ്പീക്കർ AN ഷംസീറിനെ പരിഗണിക്കാത്തതിന് പിന്നിലുള്ള ന്യായമാണ് ചിലർ ചോദ്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് ഇക്കാര്യത്തിൽ നൽകുന്ന ഇളവിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ ജില്ലയിൽ തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഉണ്ടാവുന്ന ഇരട്ടത്താപ്പ് എന്തുകൊണ്ടെന്നും അവർ ചോദിക്കുന്നു. തിങ്കളാഴ്ച ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പട്ടിക അംഗീകരിച്ചു. ഇനി അതാത് മണ്ഡലം കമ്മിറ്റികളിൽ റിപ്പോർട്ട് ചെയ്ത ശേഷം ആവും ഔദ്യോഗിക പ്രഖ്യാപനം ഇതിനിടയിൽ ഉണ്ടാവുമോ എന്ന ആകാംക്ഷയിലാണ് അണികളും പ്രവർത്തകരും. എന്നാൽ ഇപ്പോഴത്തെ എതിർപ്പുകളും വിമർശനങ്ങളും എല്ലാം പെട്ടെന്ന് ആറിത്തണുക്കുമെന്ന വിശ്വാസത്തിലാണ് നേതാക്കൾ. CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ഇത്തവണ പേരാവൂരിൽ മത്സരിക്കും. ഇന്ന് ചേർന്ന CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റാണ് തീരുമാനം. സിറ്റിംഗ് സീറ്റായ മട്ടന്നൂരിൽ ഇത്തവണ ശൈലജയെ പാർട്ടി പരിഗണിച്ചിരുന്നില്ല. എന്നാൽ ജനപിന്തുണയുള്ള നേതാവിനെ ഒഴിവാക്കിയത് തിരിച്ചടിയാകുമെന്ന വികാരം പാർട്ടിയിലെ ഒരു വിഭാഗം പ്രകടിപ്പിച്ചിരുന്നു. മട്ടന്നൂരിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ ശൈലജയും അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നതായി സൂചനയുണ്ട്. 2 ടേം മാനദണ്ഡത്തിന്റെ പേരിൽ ഇത്തവണ മാറ്റി നിർത്തുന്ന നേതാക്കളുടെ കൂട്ടത്തിൽ ശൈലജയുടെ പേരും ഉയർന്നു വരുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടികയിൽ മട്ടന്നൂരിൽ ശൈലജയുടെ പേര് ഉണ്ടായിരുന്നില്ല. ശൈലജയെ മത്സരിപ്പിക്കണമെന്ന പാർട്ടിക്കുള്ളിൽ നിന്നു തന്നെ ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും ഉറച്ച സീറ്റുകളിൽ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകേണ്ടിരുന്ന തീരുമാനത്തിൽ നേതൃത്വം ഉറച്ചു നിൽക്കുകയായിരുന്നു. അതേസമയം ജയം ഉറപ്പില്ലാത്ത മണ്ഡലങ്ങളിൽ വ്യവസ്ഥകളിൽ ഇളവ് നൽകാമെന്ന തീരുമാനമുണ്ടായി. എന്നാൽ ശൈലജയെ മത്സരിപ്പിക്കണമെന്നും കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചതായി വിവരമുണ്ടായിരുന്നു. 5 തവണ മത്സരിച്ച ശൈലജ 4 ജയങ്ങളോടെ 20 വർഷം MLA ആയിരുന്നു. 3 മണ്ഡലങ്ങളിലാണ് ജയങ്ങൾ. 1996-ലും 2016-ലും കൂത്തുപറമ്പിലും 2006-ൽ പേരാവൂരിലും 60,963 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് KK ശൈലജ കഴിഞ്ഞ തവണ മട്ടന്നൂർ മണ്ഡലത്തിൽ ജയിച്ചത്. RSPയിലെ ഇലിങ്കൽ അഗസ്തിയായിരുന്നു എതിരാളി. 2016-ൽ കൂത്തുപറമ്പിൽ നിന്ന് 12,291 വോട്ടിന് വിജയിച്ചു. JDU-വിലെ KP മോഹനനായിരുന്നു എതിരാളി. 2011-ൽ പേരാവൂർ മണ്ഡലത്തിൽ കോൺഗ്രസിലെ സണ്ണി ജോസഫിനോട് 3,440 വോട്ടിന് പരാജയപ്പെട്ടു. 2006-ൽ പേരാവൂരിൽ 9,099 വോട്ടിന് വിജയിച്ചു. കോൺഗ്രസിലെ AD മുസ്തഫയായിരുന്നു എതിരാളി. 2011-ൽ ശൈലജയെ തോൽപ്പിച്ച സണ്ണി ജോസഫിൽ നിന്നും പേരാവൂർ തിരിച്ചുപിടിക്കാൻ അവിടെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശം 2016-ലും 2021-ലും പാർട്ടിയിലും ഉയർന്നിരുന്നുവെങ്കിലും സുരക്ഷിത മണ്ഡലങ്ങൾ നൽകുകയായിരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സിറ്റിംഗ് സീറ്റായ തളിപ്പറമ്പിൽ പിൻഗാമി ആര് എന്നതിനെ ചൊല്ലി പാർട്ടിയിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. MV ഗോവിന്ദന്റെയും ഭാര്യയും മഹിളാ അസോസിയേഷൻ നേതാവും ആന്തൂർ നഗരസഭയുടെ മുൻ അധ്യക്ഷനുമായ PK ശ്യാമളയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ പട്ടികയിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കളായ A വിജയരാഘവന്റെയും AK ബാലന്റെയും ഭാര്യമാരുടെ പേര് ഉയർന്നപ്പോഴുണ്ടായ വിമർശനത്തെയും ചിലർ ഓർമ്മിപ്പിച്ചു. അതേസമയം ചില മുതിർന്ന പുരുഷ നേതാക്കളുടെ വഴി തടയാൻ നേതൃത്വത്തിൽ ചിലർ ആസൂത്രണം ചെയ്തതാണ് തളിപ്പറമ്പിന്റെ സ്ത്രീ സംവരണം എന്നതാണ് പുതിയ ആരോപണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു നേതാവിന്റെ വഴി മുടക്കാൻ അന്ന് SFI നേതാവ് V ശിവദാസന്റെ പേരായിരുന്നു ഉയർന്നു വന്നത്. ഒടുവിൽ തർക്കം തീർക്കാനെന്ന മട്ടിലായിരുന്നു MV ഗോവിന്ദനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടായത്.
അന്നത്തെ ഒത്തുകളിയുടെ അതേ സാഹചര്യമാണ് 2026 തളിപ്പറമ്പിൽ സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് ഈ നേതാക്കളെ അനുകൂലിക്കുന്നവരും ആക്ഷേപം. തളിപ്പറമ്പ് എന്തുകൊണ്ട് വനിതകൾക്കായി നേരത്തെ തന്നെ സംവരണം ചെയ്തതുപോലെ ഉള്ള ചർച്ചകൾ ഉണരുവാൻ ഇടയായി എന്നതാണ് അവരുന്നയിക്കുന്ന പ്രധാന ചോദ്യം.